എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ആൾട്ടോ 800 ആണ് കേട്ടോ. സാധാരണ ആൾട്ടോ 800 സെലീറിയോ ഇതിനൊക്കെ മാരുതി വണ്ടികൾക്ക് ഇടയ്ക്ക് കംപ്ലൈൻറ്റ് കിട്ടാറുള്ള ത്രോട്ടിൽ ബോഡി കംപ്ലൈൻറ്റ് കിട്ടാറുണ്ട്. RPM ഫ്ലക്ച്വേറ്റ് ആവുക, ചില ഈ പറഞ്ഞ മാതിരി മൈലേജ് ഷോട്ട്, പിക്കപ്പ് ഷോട്ട് എന്നും പറഞ്ഞിട്ട് എല്ലാവരും ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യും. ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യണതെല്ലാം നല്ലതാണ്. പക്ഷേ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് മുട്ടൻ പണി കിട്ടാറുണ്ട്. കാരണം ത്രോട്ടിൽ റേസായി നിൽക്കും, ചിലപ്പോൾ റേസായി നിൽക്കും, ചിലപ്പോൾ ഫ്ലക്ച്വേഷനോ RPM കയറി ഇറങ്ങി നിൽക്കും. അതൊക്കെ മാക്സിമം നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. ചില കാര്യത്തിൽ റീസെറ്റ് ചെയ്യാൻ പറ്റും. ഉള്ളിലെ ഈ പറയുന്ന രീതിയിൽ ടീത്ത് എന്തെങ്കിലും, വീലിൻ്റെ ടീത്ത് എന്തെങ്കിലും പൊട്ടിയെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് റീപ്ലേസ് ചെയ്യണം. പിന്നെ ഇതിന് റീസെറ്റ് മോഡ് ഉണ്ട്. അത് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ റീസെറ്റ് മോഡ് നമ്മൾ ഇപ്പോൾ ഈ വണ്ടിക്ക് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ നമ്മൾ മാക്സിമം ചെയ്തത് വണ്ടി സ്റ്റാർട്ടിങ്ങിലിടുക, ത്രോട്ടിൽ ബോഡിയുടെ കപ്ലർ അഴിച്ചിട്ടാൽ തന്നെ RPM റൈസായി നിൽക്കും. ആ റൈസായി നിൽക്കുന്ന സമയത്ത് തന്നെ അത് കഴിഞ്ഞ് നേരെ ആ കപ്ലർ ഇട്ടതിന് ശേഷം വണ്ടി ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് സ്കാനിങ് ടൂൾ ഉണ്ടെങ്കിൽ സ്കാനിങ് ടൂൾ കണക്ട് ചെയ്തിട്ട് ആ DTC ഇറേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം അത് ത്രോട്ടിൽ ബോഡി റീസെറ്റ് ആവും. ഇല്ലാത്ത പക്ഷമാണെന്നുണ്ടെങ്കിൽ ECU റീസെറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഇതിൽ സാധാരണ ഈ വണ്ടികൾക്കാണ് മെയിനായിട്ട് കംപ്ലൈൻറ്റ് കിട്ടാറ്. മാരുതി വണ്ടികൾക്കാണ് കൂടുതലും കണ്ടേക്കുന്നത്. മറ്റത് വണ്ടികൾ എന്ന് വെച്ചാൽ നമുക്ക് സ്കാനിങ് ടൂളിൽ ലേണിംഗ് ഓപ്ഷൻ ഉണ്ട്. മാരുതി വണ്ടികൾക്ക് അധികവും ലേണിംഗ് ഓപ്ഷൻ തീരെ കുറവാണ് ഈ ആൾട്ടോ സെലീറിയോ എന്ന മോഡൽ. അത് മാക്സിമം ഇതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ.